ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് കല്യാണി. അപ്പോൾ കല്യാണി ഇന്ന് അംഗനവാടിയിൽ ഒരു സെൻഡ് ഓഫിന് പോവാണേ. അപ്പോൾ ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഔട്ട്ഫിറ്റ്. ഒരു പാവടയും ബ്ലൗസും, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു മാല സ്വർണ്ണ അല്ല കേട്ടോ. സാധാരണ പുള്ളിക്കാരത്തി രാവിലെ അംഗനവാടി പോകാൻ വിളിച്ചാൽ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സെൻഡ് ഓഫിന് പോവാണ്, ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, മങ്കുട്ടിനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ചാടി എഴുന്നേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ സാധാരണ പുള്ളിക്കാരത്തി ബ്ലാക്ക് പൊട്ടാണിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് ബ്ലാക്ക് വേണ്ട, അംഗനവാടിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് പോകല്ലേ, അപ്പം കളർ പൊട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡാർക്ക് ബ്ലൂ പുള്ളിക്കാരത്തി തന്നെ തിരഞ്ഞെടുത്ത് ഒരു ഡാർക്ക് ബ്ലൂ പൊട്ട്, ചെറിയൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻസിലറിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ നല്ലപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐബ്രോ വരച്ച് കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരത്തി പിന്നെ അടുത്ത ഡിമാൻഡ് ചെയ്തത് കാജലാണ്. കാരണം പുള്ളിക്കാരത്തി തന്നെ ഓരോന്ന് ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോന്ന് മേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാജൽ വരച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലൈനർ വെച്ച് വരയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കാജൽ വെച്ചിട്ട് തന്നെ ഐലൈനർ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ലൈഡ് എടുത്തിട്ട്. കാരണം കാജൽ നമുക്ക് കുറച്ച് വലുതാണ്, അതുകൊണ്ട് നമുക്കത് വരയ്ക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് സ്ലൈഡ് വെച്ച് 2 വര വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വരച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുടിയാണ് ചെയ്തത്. മുടി ജസ്റ്റ് ഒന്ന് ചീകിയിട്ട് നമ്മുടെ റോസ്മേരി വാട്ടർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡും പിന്നെ മേളിൽ നിന്നിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്ലവർ ക്ലിപ്പ് കൂടെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്ലൈഡ് കുത്തിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി ഫുൾ പോസ് ആയിരുന്നു. പുള്ളിക്കാരത്തി വിചാരിച്ച് ഫോട്ടോ എടുക്കാമെന്ന് ഓർത്ത് പോസ് ചെയ്യായിരുന്നു. പക്ഷേ ഞാനിത് വീഡിയോ ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. പുള്ളിക്കാരത്തി അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ ചോദിച്ചു, അത് വേറെ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഒരു കുഞ്ഞ് വീഡിയോയും എടുത്തു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലവേഴ്സ് ഒന്നും അധികം ഇല്ലായിരുന്നു. അപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വിട്ട് അംഗനവാടിയിലോട്ടാണ്. നമ്മൾ അംഗനവാടി ചെന്ന് കയറി ഒരു വിത്തിൻ 2 മിനിറ്റ്സ് അവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അപ്പം ടീച്ചറാണ് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത്. അതിൻ്റെ കൂടെ കുട്ടികളും പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചർ ഇങ്ങനെ എല്ലാവരെയും വെൽക്കം ചെയ്തു, ഗസ്റ്റിനെയും പാരൻസിനെയും കുട്ടികളെല്ലാവരെയും കൂടെ ഇങ്ങനെ വെൽക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ 2-3 ഗസ്റ്റ് കുറച്ച് ചെറിയ സ്പീച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മൊമെൻറ്റോ ആണ്, ആദ്യമായിട്ട് മീൻസ് അവർ കാണുവാണ്, അവർക്ക് അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് സെൻഡ് ഓഫ് മാത്രമല്ലായിരുന്നു, പുതിയൊരു 3 കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയാണെങ്കിലും ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്, 3 പിള്ളേരെ വെൽക്കം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സീനിയർ കുഞ്ഞുങ്ങൾക്കെല്ലാം ട്രോഫി കൊടുത്തു തുടങ്ങിയത്. അപ്പം അങ്ങനെ കല്യാണിയെ വിളിച്ച്, അപ്പം മീൻസ് പാരൻസ് കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം കല്യാണിക്കാണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു മൊമെൻറ്റോ കിട്ടുന്നത്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ ബുക്ക്, കളർ പെൻസില് അതൊക്കെയും കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെൻഡ് ഓഫ് 30th മെയിൽ ചെയ്യാനിരുന്നതാണ്. പക്ഷേ മഴയൊക്കെ കാരണമാണ് കുറച്ച് മീൻസ് ഇന്നിപ്പം 1 ജൂണാണ് ഇന്നത്തേക്കിനാക്കിയത്. ടീച്ചർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിലും നല്ല ഗംഭീര രീതിയിലൊക്കെ നടത്തുന്നതാണ്, പക്ഷേ മഴയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വലിയൊരിതായിട്ടും അത് അവർക്കൊരു സങ്കടം എന്നുള്ള രീതിയിൽ അവർ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിള്ളേർ തന്നെ അവർക്ക് മീൻസ് വലിയ കാര്യം, അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മൊമെൻറ്റോ എല്ലാം കൊടുത്ത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം തന്നെ ഇറങ്ങി, കാരണം എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പം വെളിയിൽ ഇറങ്ങിയിട്ട് മൊമെൻറ്റോട് കൂടെ ഫോട്ടോ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സെൻഡ് ഓഫിൻ്റെയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോകൾ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.